ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതേഷാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എനിക്ക് ക്യാൻസർ ആണെന്ന് കാണിച്ചു തന്ന എൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. കാരണം എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല നമുക്കൊരു രോഗലക്ഷണങ്ങളൊന്നും വരിക. പക്ഷേ ഈ ക്യാൻസറിന് മാത്രമൊന്നുമല്ല, അല്ലാത്ത പല രോഗങ്ങൾക്കും ഈ പല ലക്ഷണങ്ങൾ, ഇതിനകത്തെ പല ലക്ഷണങ്ങളും ഉണ്ടാവാം. പക്ഷേ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആദ്യം വന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പില്ലായ്മയായിരുന്നു. എനിക്ക് തീരെ ഫുഡ് കഴിക്കാൻ മടിയായിരുന്നു. കാരണം ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. അത് ഞാൻ ഫസ്റ്റത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് വെയിറ്റ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് അങ്ങ് കുറയ്ക്കാമെന്ന് ഞാൻ തന്നെ അങ്ങ് കണക്ക് കൂട്ടി ഞാൻ ഫുഡ് കൺട്രോൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫുഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നന്നായിട്ട് ചോറ് കഴിക്കുന്ന ആളാണ്. ഞാൻ ചോറൊക്കെ അങ്ങോട്ട് കുറച്ചു, പിന്നെ പച്ചക്കറികൾ മാത്രമാക്കി. പക്ഷെ ചോറ് മാത്രം നമ്മൾ കുറച്ച് നമ്മൾ പച്ചക്കറി മാത്രം കഴിച്ചാലും നമ്മുടെ ബോഡിയിൽ അതിനുള്ള വൈറ്റമിൻസ് കാര്യങ്ങൾ നമുക്ക് വേണ്ടത് എല്ലാ ഘടകങ്ങളും കിട്ടില്ല എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് പല പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം വേണം. അപ്പം ഇതാണ് എനിക്ക് ജീവിതത്തിൽ ആദ്യം വന്നൊരു തെറ്റ്. ഈ ഒരു കാര്യം ഞാനിതൊരു 6 മാസത്തോളം ഞാനിങ്ങനെ ഡയറ്റൊക്കെ ചെയ്തു. ഓൾറെഡി എനിക്കൊരു 10 കിലോ അടുത്തൊക്കെ, 10 കിലോയ്ക്ക് മേലെ കുറഞ്ഞിട്ടുണ്ടാവും. അത്രയും ഒരു വെയിറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഒട്ടാകെ അങ്ങ് തടി കുറഞ്ഞു, എല്ലാം വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ക്ഷീണങ്ങളും കൂടെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ഷീണവും ഈ ഒരു വെയിറ്റ് ലോസിൻ്റെ പരിപാടി കൊണ്ട് വന്നതാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ഫസ്റ്റ് വന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്, എനിക്കധികം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. കഴിക്കണമെന്ന് വിചാരിക്കുന്ന ഫുഡ് പിന്നെ കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വയറിന് ഭയങ്കര പ്രശ്നം, ഗ്യാസ് ട്രബിൾ, അങ്ങനെ 10,000 പ്രശ്നങ്ങളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ കണ്ണൂർ ചൈതന്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെതായൊക്കെ ഒരു ഭാഗങ്ങളാണ് ഇതൊക്കെ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഞങ്ങൾ തലശ്ശേരി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അപ്പം എനിക്ക് അക്കൂടെ തന്നെ ആ 10 കിലോയുടെ വെയിറ്റ് അല്ല, ഓൾറെഡി ഒരു 16 കിലോയ്ക്ക് മേലെ എനിക്ക് വെയിറ്റ് ലോസ് ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കണ്ട് ആക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തു. ആ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിലും എനിക്ക് ഗ്യാസ് ട്രബിളിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ ഒന്നും കാണുന്നില്ല. പക്ഷേ എനിക്ക് ബ്രസ്റ്റിൽ തടിപ്പോ അല്ലെങ്കിൽ ബ്രസ്റ്റിൽ അങ്ങനെ ഒരു ലക്ഷണങ്ങളുമില്ല. സാധാരണ ഒരു ഗതിയിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബ്രസ്റ്റിൽ ഒന്നെങ്കിൽ ശരിക്കും ഒരു മുഴ കണ്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കഷത്തിൽ ഒരു മുഴ കാണാം, അല്ലെങ്കിൽ ബ്രസ്റ്റിന് ഒരു ആ പ്രശ്നമുള്ള ബ്രസ്റ്റിൻ്റെ ഒരു സൈസിന് ഒരു വലിപ്പം, അതായത് നമുക്ക് പിന്നെ ഒരു നീർക്കെട്ട് പോലെയോ അല്ലെങ്കിൽ നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് പുറത്തൊരു കളറ് മാറ്റോ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു സൈഡിൽ നമുക്ക് നന്നായിട്ട് വേദന, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഈ വേദനയൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ ഒന്നും ആകണമെന്നില്ല, വേദന വരാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ എനിക്ക് ഓൾറെഡി ഇല്ല. അപ്പോൾ ഇല്ലാത്തടത്ത് നമ്മൾ പോയിട്ട് വേറെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ടതായ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു ഡോക്ടറെ കണ്ടു, അത് തിരിച്ചു വന്നു. അപ്പം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നി. പക്ഷേ എങ്കിലും എനിക്കറിയാം എനിക്ക് എന്തോ ഒരു പ്രശ്നങ്ങളാണ്. കാരണം ഓൾറെഡി എനിക്ക് തലകറക്കം ആദ്യം തലകറക്കം വന്നുകൊണ്ടിരുന്ന ഒരു ടൈമിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ആക്കിയത് കൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് ഒരു ഡ്രൈവിംഗ് ഒന്നും പറ്റുന്നില്ല. അപ്പം ബാലൻസിൻ്റെ വിഷയം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയർ ബാലൻസിൻ്റെ വിഷയമാണ് എന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ലായിരുന്നു, തലകറക്കം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അക്കൂടെ തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലാണ് എനിക്ക് ഈ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ആ കാലിനൊരു മരപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രശ്നവും ഇതിനോടനുബന്ധപ്പെട്ടതാണോ എന്ന് ഞാനിങ്ങനെ ഏതൊരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നമാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ കൊണ്ട് കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ലാന്ന് ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ വന്നൊരു പ്രശ്നങ്ങൾ തന്നെയാണ്. ഞാൻ വേറൊരു ഫ്രണ്ടിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം അവർക്കും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഭാഗം ആയിരിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എനിക്ക് വന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഇക്കൂടെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഞങ്ങൾ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ കൂടെ തന്നെ എനിക്ക് വേറൊരു പ്രശ്നം, ഈ ബാലൻസിൻ്റെ വിഷയങ്ങളും ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ എനിക്ക് ഭയങ്കര തളർച്ച സംഭവിക്കാറുണ്ട്. കാരണം എനിക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കരമായിട്ടും പിന്നെ എപ്പോൾ ക്ഷീണം. നമ്മൾ അടുക്കള ജോലിയൊക്കെ നമ്മൾ ഉഷാറിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും
നമുക്ക് ഭയങ്കര ക്ഷീണം, അതായത് ക്ഷീണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാക്കാം. കുറച്ച് കാലങ്ങളോളം നിലനിൽക്കുന്ന ക്ഷീണം, അതായത് നമുക്ക് ഓടിച്ചെന്ന് എന്തെങ്കിലും പണി ചെയ്തു, നമ്മൾ പോയി കിടന്നു, പിന്നെ ക്ഷീണം, പിന്നെ വെയിറ്റ് ലോസ്, തളർച്ച, നമുക്കൊന്നിനും ഒരു ഉഷാറില്ലാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇതിൻ്റെതായ ഒരു കാരണങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവർ, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ നമ്മൾ ബ്രസ്റ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമോ, അല്ലെങ്കിൽ ബ്രസ്റ്റിലൊരു തടിപ്പുണ്ടോ, അങ്ങനെയൊക്കെ നോക്കാം. കാരണം ഈ ലക്ഷണങ്ങളുള്ള എല്ലാവർക്കും ക്യാൻസർ ആകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ലക്ഷണങ്ങളുള്ളവരെ കുറച്ചും കൂടെ കാര്യമായ രീതിയിൽ തന്നെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം മമോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അവസ്ഥകളൊക്കെ അറിയാൻ പറ്റും. മമോഗ്രാമൊക്കെ പല രീതിയിലുണ്ട്. പിന്നെ നമ്മൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ തന്നെ നമ്മൾ കാണുക. അപ്പം ഗൈനക്കോളജിസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒരു ഫസ്റ്റ് ടൈം തന്നെ നോക്കിയിട്ട് അവർക്ക് പറയാൻ പറ്റും. പിന്നെ ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവരത് വിടും. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാക്കട്ടോ. ഇതൊക്കെ എല്ലാവർക്കും വരണം എന്നില്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിൽ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും വന്നിരിക്കാം. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എല്ലാവർക്കും വരണമെന്നില്ല, പക്ഷേ ഇതിൽ ചില കാര്യങ്ങളൊക്കെ വന്നിരിക്കാം. ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളും ഭാഗങ്ങളും ഒക്കെയാണ്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി കഴിഞ്ഞപ്പോൾ ഫസ്റ്റിൽ തന്നെ ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു, എനിക്ക് ട്രിപ്പിൾ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞ് അന്നേരം തന്നെ ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത് സാധാ രീതിയിലുള്ളതല്ല, അപ്പം പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടോ? അപ്പം പാരമ്പര്യമായിട്ടൊന്നും എൻ്റെ വീടുകളിലൊന്നും ആർക്കും ഇല്ല. കാരണം എൻ്റെ പപ്പായുടെ വീട്ടിലാണെങ്കിലും മമ്മിയുടെ വീട്ടിലാണെങ്കിലും ഒന്നും ആർക്കും ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവണം എന്നില്ല. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും പാരമ്പര്യ ഘടകത്തിൽ തന്നെ വരുന്ന ഒരു സംഭവമൊന്നുമല്ല. ഇതൊക്കെ ഇന്നൊരു ജീവിതശൈലി രോഗം തന്നെയാണ് ഈ ക്യാൻസർ. അതായത് ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ, പിന്നെ അതാണ് നമ്മുടെ ഫുഡ് കൺട്രോൾ നമ്മൾ ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായ ഒരു വൈറ്റമിൻസ് ഇല്ല, കാര്യങ്ങളില്ല, നമുക്ക് ശരീരത്തിന് അതിൻ്റെതായ ഒരു പ്രതിരോധമില്ല. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. കാരണം ഇതൊക്കെ നമ്മൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് നല്ല ഫുഡ് കഴിക്കുക, നല്ലോണം എക്സസൈസ് ചെയ്യുക. എക്സസൈസിൻ്റെ കുറവ് ഏറ്റവും നല്ലൊരു സംഭവമാണ്. ക്യാൻസർ രോഗികൾക്കാണേലും ക്യാൻസർ ഇല്ലാത്തവർക്കാണേലും ഒക്കെ അതനുസരിച്ചുള്ള രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുക. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രോഗം വരാതെ തടയാനും, ഈ രോഗത്തെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ, അതായത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജിലൊക്കെ നമ്മൾ ഈ ക്യാൻസറിനെ കണ്ടുപിടിച്ചാൽ, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാ ക്യാൻസറുകളും അങ്ങനെയാണെന്നില്ല, എല്ലാ ക്യാൻസറുകളും ഓരോ ക്യാൻസറിന് ഓരോ രീതികളൊക്കെ ഉണ്ട്. പക്ഷേ ഏത് ക്യാൻസർ ആണെങ്കിലും നമ്മൾ ആദ്യത്തെ സ്റ്റേജുകളിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കണ്ടീഷനായിട്ട് തന്നെ നമുക്ക് ചികിത്സിക്കാം, മുമ്പോട്ട് കടന്നു പോകാം, ജീവിതം ഉഷാറാക്കാം. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ.